സൈനികന്മാരെ തികച്ചും സന്തോഷദായകമായൊരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷിയായിരിക്കുന്നത്. ജീവിതത്തിൽ മഞ്ഞുപൊഴിയുന്ന ഏകാന്ത ജീവിതത്തോട് വിടയരുളി ഞങ്ങളുടെ സുഹൃത്ത് മുഹീദ്ദീൻ കുട്ടി സഖാഫി അൽ അസ്ഹരി ഇന്ന് വൈവാഹിക ജീവിതത്തിലേക്ക് പാദമൂന്നിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽക്കർമ്മം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. കാലങ്ങളായി ഇസ്ലാമിക സനാതന മൂല്യങ്ങൾ അവിരാമം തലമുറകൾ പിന്നിടുന്ന ഒരു സൽക്കർമ്മമാണ് വിവാഹം. വിവാഹത്തിന്റെ മതവിധികളെ കുറിച്ച് നൂലിഴകീറി ചർവിത ചർവണം നടത്തുന്നത് പണ്ഡിതനായ സുഹൃത്തിന് മുന്നിൽ തികച്ചും അനുചിതമാണെന്ന് മനസ്സിലാക്കി എന്റെ സംസാരം കേവലം ആശംസകളിൽ മാത്രം ഒതുക്കുകയാണ്. എന്നിരുന്നാലും സുഹൃത്തെ, താങ്കൾ പാദമൂന്നിയതായ വൈവാഹിക ജീവിതം തികച്ചും പരീക്ഷണങ്ങളും തീക്ഷ്ണമായ അനുഭവങ്ങളും താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. ആ തീക്ഷ്ണമായ പ്രതിസന്ധികളുടെ കൂട്ടത്തിൽ താങ്കൾ തകരരുതെന്നാണ് ആശംസയുടെ രൂപത്തിൽ ഉപദേശിക്കാനായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അവസരത്തിൽ ഈ പണ്ഡിത സുഹൃത്തിന്റെ സഹധർമ്മിണിയായ മിസിസ് ഇർഫാന മേഡത്തിനോട് ഞങ്ങൾ പറയാനുള്ളത്, ഒരു പണ്ഡിത സുഹൃത്തിന്റെ ഭാര്യയാണ് ഇന്നു മുതൽ താങ്കൾ ജീവിക്കാൻ പോകുന്നത്. തികച്ചും അള്ളാഹുവിന്റെ മഹത്തായ ഇൽമിന്റെ വഴിയിലൂടെ ഒരുപാട് കാലം തന്റെ ജന്മനാടായ ബഹുമാനപ്പെട്ട ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ബഹുമാനപ്പെട്ട ശൈഖുന സുലൈമാൻ ഉസ്താദിന്റെ ജന്മം കൊണ്ട് ജാജ്വലവും കർമ്മം കൊണ്ട് കമനീയവുമായ ചരിത്രത്തിന്റെ ചന്തവും ചമൽക്കാരത്തിന്റെ ഗന്ധവും ചാലിട്ടെടുക്കുന്ന ചെങ്ങാനിയിലെ ഹൃദയഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ആ മഹത്തായ ജുമാ മസ്ജിദിൽ നിന്നും ബഹുമാനപ്പെട്ട ഹംസ ബാക്കവി കുട്ടശ്ശേരി അവരുടെ കവിതത്തിൽ നിന്നും 9 വർഷത്തോളം ഇൽമിന്റെ മഹത്തായ മധു പകർന്നുകൊണ്ട് അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ മതബൗദ്ധിക സമന്വിത കലാലയമായ ജാമിഅ മർകസ് സഖാഫത്ത് സുന്നിയ ഈജിപ്തിലെ അൽ അസ്ഹറിൽ നിന്നും ഈക്വാലിറ്റിയുള്ള ഏക കലാലയമായ ആ ഇന്ത്യയിലെ മഹാവിദ്യാനികേതനിൽ നിന്നും ബഹുമാനപ്പെട്ടവർ മൗലവി സഖാഫി അൽ അസ്ഹരി ബിരുദം നേടിയതിനു ശേഷം ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ കാൽവെപ്പുകളോട് മുന്നേറുന്നതിൽ ഞങ്ങൾ ഈ സമയത്ത് സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ ഈ ജീവിതത്തിൽ സർവ്വവിധ മംഗളങ്ങളും നേരുകയാണ്. ബഹുമാനപ്പെട്ട മുൻകാലരായ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും ജീവിതങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ കട്ടിലിൽ, സ്നേഹത്തിന്റെ തലയിണകളിൽ, സൗഹാർദ്ദത്തിന്റെ വിരിപ്പിലും പുതപ്പിലും നാടിനും നാളേക്കും ഉപകാരപ്പെടുന്ന 1000 നവകുസുമങ്ങൾ വിടരട്ടെ എന്നുകൂടി ആശംസിച്ച് തഹ്നീഹത്തു സിവാജ് എന്ന മംഗള കാവ്യം ആലപിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിച്ച് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.